ഇപ്പോൾ ജർമ്മനിയിൽ ഒരു നേഴ്സ് എന്തുകൊണ്ട് ജോബ് നോക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വാക്കൻസീസ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള ഒരു കൺട്രിയാണ് ജർമ്മനി. കാര്യം UK-ലും അയർലൻഡിലും ഇപ്പോൾ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കരമായിട്ട് കുറയുകയും ഇൻ്റർവ്യൂസ് ഒക്കെ കുറയുകയും ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഓപ്പണിംഗ് ആയിട്ടുള്ള കൺട്രിയാണ് ജർമ്മനി. അപ്പോൾ ജർമ്മനിയിൽ പോകാന്ന് പറയുന്നത് ഒന്ന് ഫ്രീ റിക്രൂട്ട്മെന്റ് ആണ്, ഫാമിലീനെ നിങ്ങൾക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട്, സാലറി സ്കെയിൽ അറൗണ്ട് ഒരു 2 to 3 lakhs സാലറി ഇനീഷ്യലി തന്നെ ഉണ്ടാവും. അവർ അപ് ടു ഒരു 5 lakhs വരെ സാലറി ഏൺ ചെയ്യാനുള്ളൊരു പൊട്ടൻഷ്യൽ ഉള്ള കൺട്രിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മനി എന്ന് പറയുന്നത്. ഇപ്പോൾ ജർമ്മനിയിലോട്ട് പോകണമെങ്കിൽ നേഴ്സസ് ഇപ്പോൾ ലാംഗ്വേജ് സ്കിൽസ് പ്രോപ്പറായിട്ട് ട്രെയിനിങ് എടുക്കണം. അത് ഓൺലൈൻ ഓഫ്ലൈനായിട്ട് അവർക്ക് ട്രെയിനിങ് എടുക്കാം. അപ്പോൾ പലരും ഗൾഫിലൊക്കെ വർക്ക് ചെയ്യുന്ന നേഴ്സസ് ഉണ്ട്, അവർക്ക് ഏറ്റവും ബെസ്റ്റ് ഓൺലൈൻ ട്രെയിനിങ് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. B1 അവർ പെർസ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ എംപ്ലോയേഴ്സും തന്നെ അവർക്ക് ഒരു ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് റെഡിയാണ്. ആ ഇൻ്റർവ്യൂ കൊടുത്ത് അവർ ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ കിട്ടിയാൽ പാരലലി അവർ B1 കംപ്ലീറ്റ് ചെയ്ത് B2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം അവർക്ക് ജർമ്മനിയിലോട്ട് ട്രാവൽ ചെയ്യാം. അവിടെ ചെന്നതിന് ശേഷം അവരുടെ ഒരു ലൈസൻസിങ് എക്സാം ഉണ്ട്. ആ ലൈസൻസിങ് എക്സാം അവർ ക്ലിയർ ചെയ്ത് കഴിയുമ്പോൾ ദേ ക്യാൻ ബിക്കം എ രജിസ്റ്റേർഡ് നഴ്സ് ഇൻ ജർമ്മനി. അപ്പോൾ അതിനുശേഷം അവർക്ക് അവരുടെ ഫാമിലിനെയും കൂടെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു യൂറോപ്യൻ കൺട്രി ജോബ് നോക്കുന്ന അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് ഫാമിലി സെറ്റിൽമെൻ്റ് ഒക്കെ നോക്കുന്ന ഒരു കുട്ടിക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കൺട്രി ആയിരിക്കും ജർമ്മനി.